കോഴിക്കോട് സൈബർ ഫോറൻസിക് വിദഗ്ധൻ വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ മോഷണം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് ഡോളർ അനിലിനെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നാണ് അനിലിനെ കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡ് പിടികൂടിയത്. സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി 100ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഡോളർ അനിൽ. ഡോളർ അനിൽ എന്ന പേരിൽ കുപ്രസിദ്ധൻ. വാതിൽ അതിവിദഗ്ധമായി തകർത്ത് കയറി മോഷണം നടത്തുന്നത് സ്ഥിരം രീതി. കേരളത്തിലും കർണാടകയിലുമായി നിരവധി മോഷണ കേസുകൾ. കോഴിക്കോട്ടെ മോഷണശേഷം മുങ്ങിയ പ്രതിയെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത്. പോലീസ് പിന്നാലെ എത്തുമെന്ന് ഉറപ്പുള്ളതിനാൽ സ്വന്തമായി മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്തയാളാണ് ഡോളർ അനിൽ. അതിനാൽ ശ്രമകരമായ അന്വേഷണത്തിലാണ് തമിഴ്നാട് തേനിയിൽ പ്രതിയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയത്. കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡ് എത്തിയതോടെ സ്ഥലത്ത് നിന്ന് മുങ്ങാൻ പ്രതിയുടെ ശ്രമം നീക്കം പൊളിച്ച് പിടികൂടി. മാർച്ച് 24-നാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോയ വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട് പട്ടാപ്പകൽ കുത്തി തുറന്ന 21 പവൻ സ്വർണം പ്രതിമോഷ്ടിച്ചത്. മോഷ്ടിച്ച സ്വർണം പലയിടങ്ങളിലായി വിറ്റു. മോഷണ മുതലിൽ നിന്നും 4 വളകൾ വിൽക്കാൻ അനിലിനെ സഹായിച്ച താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി ജെയിംസും നടക്കാവ് പോലീസിന്റെ പിടിയിലായി. ജെയിംസും വിവിധ സ്റ്റേഷനുകളിലായി മോഷണ കേസുകളിൽ പ്രതിയാണ്. ഇരുവരും മഞ്ചേരി ജയിലിൽ സഹതടവുകാരായിരിക്കുകയാണ് പരിചയപ്പെടുന്നത്. മോഷണ മുതലുകൾ എന്ന് പറയുന്ന 21 പവൻ സ്വർണ്ണങ്ങളിൽ ഏകദേശം കുറച്ച് പവൻ സ്വർണ്ണങ്ങൾ, ഏകദേശം 4 വളകളും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കൂടി ഒരു അമ്പായത്തോട് സ്വദേശിയായ താമരശ്ശേരി അമ്പായത്തോട് സ്വദേശിയായ ജെയിംസ് എന്ന ആൾക്ക് വിൽപ്പന നടത്താൻ വേണ്ടി കൊടുത്തതായിട്ട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളും ഇന്ന് രാവിലെയോടുകൂടി പോലീസ് കസ്റ്റഡി എടുക്കുകയാണ്. ചിക്കമംഗളൂർ സ്വദേശിയായ അനിലിനു വേണ്ടി കർണാടകയിലും നേരത്തെ തിരച്ചിൽ നടത്തിയിരുന്നു. വിനോദ് ഭട്ടതിരിപ്പാടും ഭാര്യയും യാത്ര തിരിച്ചതിന് പിന്നാലെ വീടിന്റെ ഗേറ്റിന് മുൻവശം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷണം നടത്തിയത് ഡോളർ അനിലാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാളുടെ വിരലടയാളങ്ങളും വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. ഏകദേശം കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് പ്രതിയിലേക്ക് കണ്ടെത്താനുള്ള സൂചനകളും പ്രതിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ തേനിക്കടുത്ത് വെച്ചിട്ടുള്ള ഒരു കോളനിയിൽ ഒളിവിൽ താമസിക്കുന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ പോലീസ് ടീം അവിടെ എത്തുകയും അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആണ് പ്രതിയെ കീഴ്പ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്. മാഹി പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം ജനുവരിയിലാണ് ഡോളർ അനിൽ മോചിതനായത്. 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പിനായി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.